പാവം പട്ടിണി കിടന്നു. പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. സാധാരണ കുട്ടികള് സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ചെറുപ്പത്തില് അങ്ങാടിയിൽ നിന്ന് ഒളിച്ചോടി അനാഥാലയത്തിൽ പോയി ചേർന്നിട്ടുണ്ട്. പഠിക്കാനുള്ള ആശ കൊണ്ട് പോലീസാവാനേ. അവിടുത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി. ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായമരണ്ടേ. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ചു തരും. കഞ്ഞിയിലാണെന്ന് വെച്ചാ പറ്റിനേക്കാ കൂടുതൽ കല്ലും മണ്ണുവാ. ഇൻസ്പെക്ഷൻ ആള് വരുന്ന ദിവസം കോറത്തുണി കുഴല് പോലെ തുന്നി 2 കൈയും പിടിപ്പിച്ചിടിച്ചു തരും. വരുന്നവര് ചോദിച്ചാ ആഴ്ചയിൽ ഒരു ദിവസം മീൻകറി, പിന്നെ മുട്ടക്കറി, ഇറച്ചിക്കറി, കോഴിക്കറി. കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പില് ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് പൊട്ടന്മാര് പഠിപ്പിച്ചു തന്നൊക്കെ അതുപോലെ പറയുകയും ചെയ്യും. അനാഥ കുട്ടികളല്ലേ, ആര് ചോദിക്കാൻ. ഒരിക്കൽ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ചേർന്ന് പപ്പായമരത്തിന്റെ ചോട്ടില് വെള്ളം തിളപ്പിച്ചൊഴിച്ചു. മരം ഉണങ്ങി പോകാൻ വേണ്ടിട്ടാ. തെണ്ടിക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പപ്പായമരമൊക്കെ ഉണങ്ങിപ്പോയി. എന്നിട്ടോ അതോടെ ഉപ്പിട്ട് പുഴുങ്ങിയ പപ്പായ കൂട്ടാനില്ലാണ്ടായി.